ഹായ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചിപ്പിക്കൂൺ. ചിപ്പിയുടെ ഷേപ്പിലിരിക്കുന്ന ഒരു കൂണാണ്. അത് എങ്ങനെ എളുപ്പത്തിൽ തോരനാക്കി എടുക്കാമെന്ന് നോക്കാം. വരും. നമുക്ക് ആദ്യം കൂണിനെ ഒന്നും കഴുകി വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സാധനങ്ങൾ മതി. നമുക്ക് ചെറിയ ഉള്ളിയാണ് പ്രധാനമായും വേണ്ടത്. ഞാൻ ഒരു 250 ഗ്രാം കൂണാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 20 അല്ലി ചെറിയ ഉള്ളിയും ഒരു 3 പച്ചമുളകും അതിനെ 2ആയി കീറിയതാണ്. ഇത്രയും ആവശ്യമുള്ളൂ ആദ്യമായിട്ട്. എന്നിട്ട് ഈ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ചിപ്പിക്കൂണിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. കൈകൊണ്ട് പിച്ച് വേണമെങ്കിൽ ഇടാം, ഇല്ല എങ്കിൽ നമുക്ക് കത്രി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് തന്നെ ചെറിയ നീളത്തിലുള്ള പീസുകളായിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് എണ്ണ കുറച്ച് മതി, കുറച്ച് എണ്ണ ഉപയോഗിക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഇടേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും പിന്നെ ഉണക്കമുളകുണ്ടല്ലോ, ഉണക്കമുളക്, അത് ഒരു മണത്തിന് വേണ്ടി അതിൽ 3 ഇട്ട് അതിനുശേഷം ഉള്ളി അതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തുകൊണ്ട് അതിനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. അങ്ങനെ ആ ഉള്ളിയുടെ ആ പച്ച ചവയൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെച്ച് അതിനുശേഷം നമുക്ക് വെന്തു എന്ന് തോന്നുമ്പോൾ തന്നെ അതൊന്നൊരു 4 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് വേവും. അതിനൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂണിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂണിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ആ കൂണിലുള്ള വെള്ളം തന്നെ അതിൽ ഇറങ്ങിക്കൊള്ളും. നമുക്ക് ഇനി അത് അടച്ച് വെച്ച് കുറച്ച് വേവാനെടുക്കാം. നോക്കൂ, തുറന്നപ്പോൾ തന്നെ അതിൽ വെള്ളമൊക്കെ ഉണ്ട്, ആവശ്യത്തിന് അത് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഇളക്കിയതിന് ശേഷം ഇനി വേണ്ടത് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യേണ്ട അരപ്പാണ്. അതിൽ നമ്മൾ ആവശ്യത്തിന് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള ഉപ്പിടുക. അതിലേക്ക് ഒരു പച്ചമുളകിനെ 2ആയിട്ട് മുറിച്ചങ്ങോട്ടേക്കാം. ഇത്രയും മതി. 2 കറിവേപ്പില ഒന്ന് മിക്സിയിൽ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിനെ നമുക്ക് ഇതിലേക്ക് ജീരകമോ ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് അങ്ങനെ വെറുതെ അതിലിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. വളരെ സിമ്പിളാണ് ഇത്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ചപ്പാത്തി കൂടെ കഴിക്കാം, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഇതാണ്. അതിനെ ഒന്ന് ഇളക്കിയെടുത്ത് ഒരു പാനിലേക്ക് പകർത്തുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു തോരൻ നമുക്ക് തോരന് തിരുവനന്തപുരത്തുകാർ പറയുന്നതാണ് തോരൻ എന്നൊക്കെ, വിഴുക്ക് വരട്ടി എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കൂണിൻ്റെ യഥാർത്ഥ ഫ്ലേവറാണ്. താങ്ക് യു വെരി മച്ച്.